നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രമുഖ സിനിമാ നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ കണ്ണൻ പട്ടാമ്പി അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ സ്വവസതിയിലായിരുന്നു അന്ത്യം. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പട്ടാമ്പി ഞാങ്ങാട്ടിരി VIP സ്ട്രീറ്റിൽ പൊട്ടുതൊടിയിൽ പരേതരായ കുട്ടിശങ്കര പെരുമ്പ്ര നായരുടെയും സത്യഭാമയുടെയും മകനാണ്. ഇന്ത്യൻ ആർമി ഓഫീസറും സിനിമാ സംവിധായകനുമായ മേജർ രവി സഹോദരനാണ്. രമ്യ ഭാര്യയും സത്യഭാമ മകളുമാണ്. സംസ്കാരം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഞാങ്ങാട്ടിരിയിലെ വീട്ടുവളപ്പിൽ നടക്കും. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതുവത്സര സാന്ത്വന സംഗമം ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. കൺസോൾ വൈസ് പ്രസിഡന്റ് ഹക്കിം ഇംബാർക്ക് അധ്യക്ഷത വഹിച്ചു. മറൈൻ വേൾഡ് അക്വേറിയം ചെയർമാൻ RO ഇസ്മായിൽ മുഖ്യാതിഥിയായിരുന്നു. ട്രസ്റ്റി CM ജനീഷ് കൺസോളിന്റെ വെബ് ആപ്പ് ഡിജിറ്റൽ സംവിധാനത്തെക്കുറിച്ച് വിശദീകരിച്ചു. കൺസോൾ UAE കോർഡിനേറ്റർ മുബാറക് ഇംബാർക്ക്, കരീം താമരത്ത്, MK നൌഷാദലി, അനീഷ് പാലയൂർ, റാഫി പിള്ളക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഡയാലിസിസ് കൂപ്പൺ വിതരണത്തിന് ശേഷം സംഗീത വിരുന്നും ഉണ്ടായി. വട്ടേനാട് GVHS സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പടിഞ്ഞാറങ്ങാടി കൂനമുച്ചി സ്വദേശിനി 11 വയസ്സുള്ള ആയിഷ ഫൈഫയെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കുട്ടിയുടെ മാതാവും സഹോദരിയും പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം. എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പിതാവ് പുളിക്കൽ അലിമോൻ വിദേശത്താണ്. മൃതദേഹം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മുതുവട്ടൂർ മഹല്ല് വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. 2025 വർഷത്തിൽ SSLC മുതൽ പ്രൊഫഷണൽ തലം വരെയുള്ള പരീക്ഷകളിലും മദ്രസ പരീക്ഷകളിലും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും സൗത്ത് ഇന്ത്യൻ കരാട്ടെ മത്സരത്തിൽ സിൽവർ മെഡൽ നേടിയ അസീം കമറുദ്ദീൻ, കിക്ക് ബോക്സിംഗ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ AR മുഹമ്മദ് റാസിൻ, കേരള സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ റിലേ മത്സരത്തിൽ വിജയിച്ച മുഹമ്മദ് റയ്യാൻ, ജില്ലാ ശാസ്ത്രമേളയിൽ പ്രവൃത്തി പരിചയ ശബ്ദ പരീക്ഷണത്തിൽ സമ്മാനാർഹയായ സാറ ഫാത്തിമ, ഹിക്മ ടാലന്റ് സെർച്ച് സംസ്ഥാനതല പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ മുഹമ്മദ് ജുസൈർ, ഖുറാൻ സ്റ്റഡി സെന്ററിന്റെ ജില്ലാതല പരീക്ഷയിൽ 1ാം റാങ്കിന് അർഹരായ ഹസീന അക്ബർ, PM നർഗീസ് എന്നിവരെയാണ് അനുമോദിച്ചത്. ചാവക്കാട് LR തഹസീൽദാർ CR ജാസൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരനും നോവലിസ്റ്റുമായ ഗായത്രി സമ്മാനദാനം നിർവഹിച്ചു. മഹല്ല് ഖാസി VI സുലൈമാൻ അസ്ഹരി സന്ദേശം നൽകി. മഹല്ല് പ്രസിഡന്റ് A അബ്ദുൽ ഹസീബ് അധ്യക്ഷനായി. മഹല്ല് ട്രഷറർ TS നിസാമുദ്ദീൻ, മഹല്ല് വിദ്യാഭ്യാസ സമിതി കൺവീനർ ഫൈസൽ പേരകം, ഇമാം സക്കീർ ഹുസൈൻ, മഹല്ല് ജോയിന്റ് സെക്രട്ടറി PM അബ്ദുൽ ഹബീബ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PV ഉസ്മാൻ, RV അബ്ദുൾ റഷീദ്, PK മുഹമ്മദ് ഷെരീഫ്, MP ബഷീർ, ഷംസുദ്ദീൻ ഷിംന തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം സെന്റ് തോമസ് കിഴക്കേ പുത്തൻപള്ളി സൺഡേ സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് കത്തിച്ചുപിടിച്ച മെഴുകുതിരികളുമായി നവാഗതരെ വരവേറ്റു. ഇടവക വികാരി ഫാദർ TC ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജൂബിലി ഷെറിൻ മുഖ്യ സന്ദേശം നൽകി. അസിസ്റ്റന്റ് HM PC മാഗി ആമുഖ പ്രഭാഷണം നടത്തി. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. SDPI പുന്നൂർക്കുളം കമ്മിറ്റി പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പാപ്പാളി നൂറുദ്ദീൻ മദ്രസയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖുൽ അക്ബർ ഉദ്ഘാടനം ചെയ്തു. SDPI പഞ്ചായത്ത് പ്രസിഡന്റ് സക്കറിയ പൂക്കാട്ട് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട്, മണ്ഡലം ട്രഷറർ നൌഫൽ, പഞ്ചായത്ത് സെക്രട്ടറി ആഷിഫ് മാലിക്കുളം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈർ ഐനിക്കൽ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സീഡ് സംഘടനയുടെ സിൽവർ ജൂബിലിയും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു. സീഡ് ഓഫീസ് ഹാളിൽ തൃശൂർ ദേവമാത CBSE ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എലുവത്തിങ്കൽ CMI സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീഡ് ഡയറക്ടർ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ CMI അധ്യക്ഷത വഹിച്ചു. സീഡ് രക്ഷാധികാരി ഫാദർ ബിജു കോലങ്ങണ്ണി CMI അനുഗ്രഹ പ്രഭാഷണം നടത്തി. സീഡ് മോഡറേറ്ററും ക്രിസ്തു ജ്യോതി കോൺവെന്റ് സുപ്പീരിയറുമായ സിസ്റ്റർ ഹിദ സംസാരിച്ചു. സമ്മേളനത്തിൽ ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു. സീഡ് പ്രസിഡന്റ് MT പോൾസൺ സ്വാഗതവും സീഡ് വനിതാ വിഭാഗം പ്രസിഡന്റ് ജാൻസി ആന്റോ നന്ദിയും പറഞ്ഞു. പ്രത്യേകിച്ച് ഈ കേരള ജനതയെ ഉദ്ധരിക്കുവാൻ ചാവറച്ചൻ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തുമാത്രം പറഞ്ഞാലും നമുക്ക് തീരുകയില്ല.
ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം, ഇതിൻ്റെ പ്രചോദനം നൽകിയത് യേശുവിനോടുള്ള സ്നേഹമായിരുന്നു. പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് പോലെ യേശുവിനോടുള്ള സ്നേഹം എന്നെ വെറുതെ ഇരുത്താൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. കൊട്ടിലിൽ ആയിഷയുടെ വീട്ടിൽ പിറന്നത് വേറിട്ട ആട്ടിൻകുഞ്ഞ്. ഒരു കണ്ണും മൂക്കുമില്ല എന്നതാണ് പ്രത്യേകത. അകലാട് മുന്നേനിക്ക് കിഴക്കുഭാഗം താമസിക്കുന്ന ആയിഷയുടെ മലബാറി ഇനത്തിൽപ്പെട്ട ആടാണ് ഞായറാഴ്ച രാത്രിയിൽ പ്രസവിച്ചത്. ഒരു കൊറ്റൻ, ഒരു പെൺ എന്നിങ്ങനെ 2 കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകിയത്. ഇതിൽ പെൺകുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. ആടിന്റെ 3ാമത്തെ പ്രസവമായിരുന്നു ഇത്. ഒരു കണ്ണ് മാത്രമാണ് നെറ്റിയിലുള്ളത്. ശ്വസനേന്ദ്രിയവുമില്ല. എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിൽക്കാൻ കഴിയുന്നില്ല. വെറ്റിനറി ഡോക്ടറെ വിവരം അറിയിച്ചു. ചരമം. കോട്ടോൽ കമ്മാളമുറിയിൽ കുഞ്ഞുമോൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. ഖബറടക്കം കോട്ടോൽ ഖബറിസ്ഥാനിൽ നടത്തി. സുബൈദ ഭാര്യയും നൌഷാദ്, നൌഷജ, നിഷാദ് എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.